12 വർഷം മുൻപ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷ പദവിയിലും അതുപോലെ തന്നെ വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ തലവൻ ഭരണാധികാരി എന്ന നിലയിലും തൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് അധികം താമസിയാതെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. മാധ്യമങ്ങളിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ഓരോ പരാമർശങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. അതിന് വളരെയേറെ വാർത്താ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വശ്യമായ ഒരു സമീപനമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകളും വാക്കുകളും ആയതുകൊണ്ടാണെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ കത്തോലിക്ക ബാബ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിനയത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. പത്രോസിൻ്റെ പിൻഗാമിയാണ് റോമാ മാർപ്പാപ്പ എന്ന കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരുടെ മുമ്പിൽ അപ്രതീക്ഷിതമായി അവരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി. ആദ്യമായി ഈശോ എത്തിയത് പത്രോസിൻ്റെ മുമ്പിലായിരുന്നു. പത്രോസിൻ്റെ പ്രതികരണം നമുക്കറിയാം. അത് പിന്നീട് പത്രോസിനെ രൂപാന്തരപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിന് വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോൾ ഈശോ സ്ഥാപിച്ച സഭയുടെ ഒന്നാമനായിട്ട്, അധികാരിയായിട്ട് നിയോഗിക്കപ്പെട്ടപ്പോൾ അതെങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിൻ്റെ വലിയൊരു പാഠം ആ അന്ത്യത്താഴ വേളയിൽ പത്രോസ് പഠിച്ചു. ആ പത്രോസിൻ്റെ പിൻഗാമിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 266-ാമത്തെ പിൻഗാമി. മാർപ്പാപ്പായുടെ ആ വിനയത്തിൻ്റെ, വിനീതമായ ഭാവത്തിൻ്റെ, ആ ശുശ്രൂഷാ മനോഭാവത്തിൻ്റെ ആ ഒരു മാസ്മരികത അതെനിക്കും ഒരു പ്രാവശ്യം അല്പം ഒന്ന് അനുഭവിക്കാൻ സാധിച്ചു, നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം മാർപ്പാപ്പയെ തിരുമേനി പറഞ്ഞ അതേ ആ മാർപ്പാപ്പ താമസിച്ചിരുന്ന ആ ഗസ്റ്റ് ഹൗസിൽ ഞാനും ഏതാനും ദിവസം 2-3 ദിവസം താമസിക്കാൻ ഇടയായി. അതിനിടയിൽ മാർപ്പാപ്പയെ കാണുവാൻ, തൻ്റെ സ്വകാര്യ മുറിയിൽ മാർപ്പാപ്പയെ കണ്ട് സംസാരിക്കുവാനുള്ളൊരവസരം എനിക്ക് ലഭിച്ചു. മാർപ്പാപ്പയെ സംസാരിച്ചു ഹൃദ്യമായിട്ട്. അതിന് ശേഷം കൂടിക്കാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് മാർപ്പാപ്പയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോരുകയാണ്. അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വോക്കർ ഉപയോഗിച്ചാണ് പയ്യെയാണ് നടക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് പോകാനുള്ള ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. മാർപ്പാപ്പ പുറകെ അവിടെ വന്ന് പയ്യെ നടന്ന് തൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുക. ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മാർപ്പാപ്പ ആ മുറിയുടെ വാതിൽക്കൽ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ആ ലിഫ്റ്റിൽ കയറി. ഞാനപ്പോൾ മാർപ്പാപ്പയെ വീണ്ടും ഗ്രീറ്റ് ചെയ്തു. അവിടെ ലിഫ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഗ്രീറ്റ് ചെയ്തു. ആ ലിഫ്റ്റിൻ്റെ കതക അടയുന്നത് വരെ മാർപ്പാപ്പ നോക്കി നിന്ന് യാത്ര അയക്കുന്നു. വാസ്തവത്തിൽ കൊരുത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. മാർപ്പാപ്പ തിരിച്ച് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള മാർപ്പാപ്പ
അങ്ങനെ പുറകെ വന്ന് ഇതുപോലെ യാത്രയാക്കേണ്ട കാര്യം എന്താ? ഞാൻ ചിന്തിച്ചു പോയി. അത് ആ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ്. അതാണ് ലോകത്തെ ആകർഷിച്ചത്. ബൈബിളിൽ മനോഹരമായ ഒരു ചിത്രം ഈശോ വരച്ച് തരുന്നുണ്ടല്ലോ. മനുഷ്യൻ അവൻ്റെ ലക്ഷ്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണം, നിത്യായുസ് പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ദീപജൻ ഈശോയോട് ചോദിച്ചു. ഈശോ എന്താണ് പ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് അവസാനം പറയും, അയൽക്കാരനെ സ്നേഹിക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ ഉപമയാണ് പറഞ്ഞത്. നമുക്കറിയാം ആ അയൽക്കാരൻ, നല്ല അയൽക്കാരൻ്റെ ഉപമ. അപ്പോൾ അവസാനം അത് കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ എന്താണ്? നീയും അതുപോലെ ചെയ്യുക. എല്ലാവരും അവഗണിക്കപ്പെടാതെ, ശ്രദ്ധിക്കപ്പെടാതെ വഴിയിൽ കിടന്ന് അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ, അതിലെ കടന്നുപോയ രണ്ടുപേരെ പറ്റി നമുക്കറിയാം. അവരത് മൈൻഡ് ചെയ്യാതെ കടന്നുപോയി, കണ്ടെങ്കിലും കാണാത്തതുപോലെ കടന്നുപോയി. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാൻ ആഗ്രഹിക്കാത്ത, കണ്ടാലും കണ്ടില്ലെന്ന് അടിച്ചു പോകുന്ന ആൾക്കാരെ മാർപ്പാപ്പ പ്രത്യേകം ശ്രദ്ധിച്ചു. അതാണ് മാർപ്പാപ്പയുടെ പ്രത്യേകത. അവിടെയാണ് ജനക്കൂട്ടത്തിനിടയിൽ വികലാംഗനായിട്ടൊരാൾ വരുമ്പോൾ അത് മാർപ്പാപ്പയെ ആകർഷിക്കുന്നു. ഈശോ ജനക്കൂട്ടത്തിനിടയിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ നിൽക്കാൻ യോഗ്യത ഇല്ലെന്ന് മറ്റുള്ളവർ വിധിക്കുന്ന ആൾക്കാരെ ഈശോ ശ്രദ്ധിക്കുന്നു. പോകുന്ന വഴിക്ക് കുഷ്ഠരോഗി, ഈശോ കുഷ്ഠരോഗിയെ ശ്രദ്ധിക്കുന്നു. മറ്റുള്ളവരെ കുഷ്ഠരോഗിയെ ദൂരെ അകറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ ആരെ ആയിരിക്കണം എന്ന് ഈശോ പഠിപ്പിച്ചു. തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണം. ആ ഒരു പാഠം ആഴത്തിൽ ഉൾക്കൊണ്ട ഒരു പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതാണ് ലോകത്തെ ആകർഷിച്ചത്. അതേസമയം ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അന്തരാത്മാവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്താണ് ക്രൈസ്തവ വിശ്വാസം? ക്രിസ്ത്യാനി ആര്? എന്ത്? അത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, ചെറിയ സമീപനങ്ങളിലൂടെ, ചില വാക്കുകളിലൂടെ ഈ പരിശുദ്ധാവ് പ്രകാശിപ്പിക്കുകയായിരുന്നു. ആ ക്രൈസ്തവതയുടെ അതാണ് സ്നേഹം, കരുണ എന്ന് പറയുന്നത്. ആ നല്ല കാര്യത്തിൽ അവനോട് കരുണ കാണിച്ചവൻ, അതാണ് നല്ല അയൽക്കാരൻ എന്ന് ആ നിയമിച്ച മറുപടി പറഞ്ഞു. ആ വീണ് കിടക്കുന്നവനോട് കരുണ കാണിച്ചവനാണ് അയൽക്കാരൻ, ശരിയായ അയൽക്കാരൻ. അപ്പം നീയും അതുപോലെ പോയി ചെയ്യുക. അപ്പം കരുണ കാണിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് ഈശോനെ പറയുകയായിരുന്നു. അപ്പം ഇത് സാർവത്രികമായൊരു സന്ദേശമാണ്. ഇത് ക്രൈസ്തവന് മാത്രമുള്ള സന്ദേശമല്ല, സാർവത്രികമായി മനുഷ്യവർഗത്തിൽ ലഭിച്ചൊരു സന്ദേശമാണിത്. ഓരോ മനുഷ്യനും മറ്റുള്ളവർക്ക് അയൽക്കാരനെ പോലെയാകണം. ഓരോ മനുഷ്യനും മറ്റുള്ളവർക്ക് അയൽക്കാരനെ പോലെയാകണം. അവിടെ മതിലുകൾ അല്ല, അവിടെ സൂചിപ്പിച്ച പാലം പണിയുന്നവനാകണം. അങ്ങനെ ആ ഒരു സമീപനമാണ് മാർപ്പാപ്പയുടെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചത്. അവിടെ ജാതി മതത്തിനപ്പുറത്ത് വേദനിക്കുന്ന മനുഷ്യൻ ആരാണോ അവനോട് കരുണ കാണിക്കണം, അവനാശ്വാസം പകരണം എന്നുള്ള സമീപനം. വാസ്തവത്തിൽ കാത്തലിക് എന്നതിൻ്റെ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അതാണല്ലോ കാത്തലിക് എന്നതിൻ്റെ അർത്ഥം. സഭ സാർവത്രികമാണ് എന്നുള്ള സഭയുടെ ലക്ഷണമാണ്. ഒരു 4 ലക്ഷണങ്ങളാണ്. സഭ സാർവത്രികമാണ്.
എന്നുവെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന വിശാലമായ ഒരിടമാണ് സഭ. അതുകൊണ്ടാണ് ഇതിനെ കത്തോലിക് എന്നുള്ള സവിശേഷതയുടെ അർത്ഥം അതാണ്. അങ്ങനെ കത്തോലിക്ക സഭയുടെ തലവൻ ആ ഒരു ചൈതന്യം ഉൾക്കൊള്ളുന്ന ആളായിരിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ്, ഹൃദയവിശാലത കത്തോലിക്ക സഭയുടെ പരമാധ്യത്തിൽ ഉണ്ടായിരിക്കുക എന്നത് സ്വാഭാവികമായി ആണെന്ന് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞു, പരിശുദ്ധ മാർപ്പാപ്പ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പാപ്പ, അതാണ് ലോകത്തെ സ്പർശിച്ചത്. ഒരാൾ ഇത്രമാത്രം അംഗീകാരം മാർപ്പാപ്പയ്ക്ക് കിട്ടിയത്. നമുക്ക് അങ്ങനെ ഒരു പാപ്പായെ നൽകിയ ദൈവത്തെ സ്തുതിക്കാം. പാപ്പായുടെ മനോഹരമായ ആ ജീവിത സാക്ഷ്യം അനേകർക്ക്, ലോകത്തിന് മുഴുവൻ വലിയൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.